ഗുഡ് ഈവനിങ് ടു ഓൾ സ്റ്റുഡൻസ്. പുതിയ ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ദ പ്ലഷർ ഓഫ് റെയിൻ, ലെറ്റർ ടു ഗോഡ് എന്നുള്ള ഭാഗമാണ് ഡിസ്കസ് ചെയ്തത് അല്ലേ, എന്നുള്ള പാഠഭാഗമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ലെറ്റർ ടു ഗോഡ്, ദൈവത്തിന് കത്ത്. ഇനി അതിൽ പ്ലഷർ ഓഫ് റെയിൻ, അതായത് മഴയുടെ ആനന്ദം, ആ ഭാഗമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിൽ നമ്മൾ പറഞ്ഞു ആരായിരുന്നു ക്യാരക്ടർ, ആരായിരുന്നു ലെഞ്ചോ അല്ലേ. ലെഞ്ചോ എന്താ ചെയ്യുന്നത്? ഹാവിങ് നത്തിങ് ടു ഡു, he is watching the rain. ലെഞ്ചോ വാസ് എ ഫാർമർ അല്ലേ. ലെഞ്ചോ കൃഷിക്കാരനായിരുന്നു. അദ്ദേഹം മഴ നോക്കി നിൽക്കുകയാണ്. അങ്ങനെ എന്ത് സംഭവിച്ചു? അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് പറയുന്നുണ്ട്, ഹു വാസ് പ്രിപ്പയറിങ് സപ്പർ അല്ലേ. എന്താ പറയുന്നത്? ദൈവം ഉദ്ദേശിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഈ വർഷം ഒരുപാട് മഴ കിട്ടും. അങ്ങനെ അദ്ദേഹം ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയിൽ അല്ലേ, ഡ്യൂറിങ് ദി മീൽ വലിയ വലിയ മഴത്തുള്ളികൾ വീഴാൻ തുടങ്ങി അല്ലേ. ബിഗ് ഡ്രോപ്സ് ഓഫ് റെയിൻ ബിഗാൻ ടു ഫോൾ, വലിയ മഴത്തുള്ളികൾ വീഴാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ എന്താ സംഭവിക്കുന്നത്? അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹം മഴത്തുള്ളികൾ ഉപമിക്കുന്നുണ്ട് ഇതിനോട്, കോയിൻസിനോട് അല്ലേ. ബിഗ് ഡ്രോപ്സ് ആർ ടെൻസ് ആൻഡ് ദി ലിറ്റിൽ വൺസ് ആർ ഫൈവ്സ്. വലിയ മഴത്തുള്ളികൾ 10ൻ്റെ കോയിൻസ് ആണ്, ചെറിയ മഴത്തുള്ളികൾ 5ൻ്റെ കോയിൻസ് ആണെന്നൊക്കെ അദ്ദേഹം ഉപമിക്കുകയാണ്. ഇനി നോക്കൂ, അടുത്ത ഭാഗത്തിലേക്ക് നമുക്ക് പോകാം. നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഹെഡിങ് എഴുതിയെടുക്കുക കേട്ടോ. എ നൈറ്റ് ഓഫ് സോറോ എന്ന് ഹെഡിങ് എഴുതുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം? ഞാൻ ഈ പറയുന്ന വിശദീകരിക്കുന്നതിലെ ഡിഫിക്കൽട്ട് വേർഡ്സിൻ്റെ മീനിങ്സ് ഞാൻ എന്ത് ചെയ്യും, ഈ പാഠത്തിൻ്റെ അവസാനം നിങ്ങൾക്ക് തരും. അത് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഹെഡിങ്ങിന് താഴെ എഴുതണം നോട്ട് പുസ്തകത്തിൽ. ഓക്കെ, നമുക്ക് പാഠത്തിലേക്ക് പോകാം. ഹി ലുക്ക്ഡ് അറ്റ് ദി ഫീൽഡ് ഓഫ് റൈപ്പ് കോൺ വിത്ത് ഇറ്റ്സ് ഫ്ലവേഴ്സ് ഡ്രൈപ്ഡ് ഇൻ എ കർട്ടൻ ഓഫ് റെയിൻ, ബട്ട് സഡൻലി a strong wind began to blow. Very large hailstones began to fall. എന്താ സംഭവിച്ചത്? ഹി ലുക്ക്ഡ് അറ്റ് ദി ഫീൽഡ് അല്ലേ. അദ്ദേഹം വയലിലേക്ക് നോക്കി. ഏത് വയലാണ്? ഫീൽഡ് ഓഫ് റൈപ്പ് കോൺ അല്ലേ, വിളഞ്ഞ ധാന്യങ്ങളുള്ള, വിളഞ്ഞ ചോളങ്ങളുള്ള വയലിലേക്ക് അദ്ദേഹം നോക്കി. വിത്ത് ഇറ്റ്സ് ഫ്ലവേഴ്സ് അല്ലേ, അതിനെന്തുണ്ട്? പൂക്കളുണ്ട് അല്ലേ. ആ പൂക്കളുള്ള വിളഞ്ഞ ധാന്യത്തിലേക്ക് നോക്കി അദ്ദേഹം, ധാന്യങ്ങളുള്ള വയലിലേക്ക് നോക്കി. ഡ്രൈപ്ഡ് ഇൻ എ കർട്ടൻ ഓഫ് റെയിൻ, അതെന്താണ്? അലങ്കരിക്കപ്പെട്ടിട്ടുണ്ട്. ഡ്രൈപ്ഡ് ആണ് അല്ലേ. ഇൻ എ കർട്ടൻ ഓഫ് റെയിൻ, മഴയാകുന്ന തിരശ്ശീല കൊണ്ട്, മഴയുടെ തിരശ്ശീല കൊണ്ട്. ഈ ചിത്രത്തിൽ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും, ഇവിടെ ഒരു കർട്ടൻ പോലെ അല്ലേ, തിരശ്ശീല പോലെ കാണപ്പെടുന്നുണ്ട്. കർട്ടൻ എന്ന് പറഞ്ഞാൽ തിരശ്ശീല എന്നാണ് അതിൻ്റെ മലയാളം കേട്ടോ. കർട്ടൻ എന്താ നിങ്ങൾക്കറിയും. അപ്പോൾ ഡ്രൈപ്ഡ് ഇൻ എ കർട്ടൻ ഓഫ് റെയിൻ അല്ലേ. അപ്പോൾ മഴയാകുന്ന മഴയുടെ തിരശ്ശീല കൊണ്ട് അത് അലങ്കരിക്കപ്പെട്ടിട്ടുണ്ട്. ബട്ട് സഡൻലി, പക്ഷേ എന്താണ്? ബട്ട് എന്ന് പറഞ്ഞാൽ പക്ഷേ അല്ലേ. സഡൻലി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്. എന്താ സംഭവിച്ചത്? എ സ്ട്രോങ് വിൻഡ്, ശക്തമായ ഒരു കാറ്റ് അല്ലേ, സ്ട്രോങ് ആയിട്ടുള്ള വിൻഡ്, കാറ്റ് എന്ത് ചെയ്തു? ബിഗാൻ ടു ബ്ലോ, കാറ്റ് വീശാൻ തുടങ്ങി. വെരി ലാർജ് ഹെയിൽ സ്റ്റോൺസ് ബിഗാൻ ടു ഫോൾ, വലിയ എന്ത് ചെയ്തു? വെരി ലാർജ് അല്ലേ, വളരെ വലിയ ഹെയിൽ സ്റ്റോൺസ്, ആലിപ്പഴം അല്ലേ. ആലിപ്പഴം എന്ത് ചെയ്തു? ബിഗാൻ ടു ഫോൾ, വീഴാൻ തുടങ്ങി. ആലിപ്പഴം എന്ന് പറഞ്ഞാൽ എന്താണ്? ചെറിയ മഞ്ഞുകട്ടകൾ അല്ലേ. ശക്തമായ മഴയിലുണ്ടാകുന്നതാണ് ഹെയിൽ സ്റ്റോൺസ്. അതൊക്കെ എന്ത് ചെയ്തു? ബിഗാൻ ടു ഫോൾ, ഹെയിൽ സ്റ്റോൺസ് ബിഗാൻ ടു ഫോൾ, മഴത്തുള്ളികൾ വീഴാൻ തുടങ്ങി. ഇറ്റ് ഈസ് റിയലി ഗെറ്റിംഗ് ബാഡ് നൗ. ലെഞ്ചോ അത്ഭുതപ്പെട്ടുകൊണ്ട് പറയാണ്, ഇറ്റ് ഈസ് റിയലി ഗെറ്റിംഗ് ബാഡ് നൗ, സംഗതി വഷളാവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ സംഗതി വഷളാവാണ്, ഗെറ്റിംഗ് ബാഡ് അല്ലേ, ചീത്തയാവുകയാണ് എന്ന് പറഞ്ഞു. ഐ ഹോപ്പ് ഇറ്റ് പാസസ് ക്വിക്ക്ലി, ഐ ഹോപ്പ് ഞാൻ പ്രതീക്ഷിക്കുന്നു, ഐ ഹോപ്പ് ഇറ്റ് പാസസ് ക്വിക്ക്ലി, ഇത് പെട്ടെന്ന് അവസാനിക്കും. ഈ ഇത്ര ശക്തമായ കാറ്റും മഴയൊക്കെ അവസാനിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ഇത്ര മഴയൊന്നും പെയ്യില്ല, ഇത് പെട്ടെന്ന് അവസാനിക്കുമായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. പക്ഷെ എന്താ സംഭവിച്ചത്? ഇറ്റ് ഡിഡ് നോട്ട് പാസ് ക്വിക്ക്ലി, അത് പെട്ടെന്ന് കടന്നുപോയില്ല അല്ലേ, പെട്ടെന്ന് അവസാനിച്ചോ? ഇല്ല. ഇറ്റ് ഹെയിൽഡ് ഫോർ an hour on the house, the garden, the hillside, the cornfield and the whole valley. The field was white as if covered with salt. Not a leaf remained on the trees. നോക്കൂ, എന്താ സംഭവിച്ചത്? ഇറ്റ് ഡിഡ് നോട്ട് പാസ് ക്വിക്ക്ലി അല്ലേ, അത് പെട്ടെന്ന് കടന്നു പോയില്ല, പെട്ടെന്ന് അവസാനിച്ചില്ല. ഇറ്റ് ഹെയിൽഡ്, അത് പെയ്തു അല്ലേ. ഹെയിൽഡ് ഫോർ an hour, 1 മണിക്കൂറോളം അത് പെയ്തു. ഓൺ ദി ഹൗസ്, എവിടേക്കാണ് പെയ്തത്? വീട്ടിലുണ്ട്. ദി ഗാർഡൻ അല്ലേ, ആ തോട്ടത്തിൽ. ദി ഹിൽ സൈഡ്, കുന്നിൻ ചെരുവിൽ. ദി കോൺഫീൽഡ്, ആ ധാന്യങ്ങളുള്ള ആ വയലിൽ പെയ്തു. ആൻഡ് ഹോൾ വാലി, ആ താഴ്വര മുഴുവൻ മഴയിൽ കുതിർന്നു. ദി ഫീൽഡ് വാസ് വൈറ്റ്, അങ്ങനെ എന്താ സംഭവിച്ചത്? ദി ഫീൽഡ് വാസ് വൈറ്റ്, വയലെന്തായി? വെള്ള നിറത്തിലായി.
എങ്ങനെ വെള്ള നിറത്തിലായത്? ആസ് ഇഫ് കവേർഡ് വിത്ത് സാൾട്ട് അല്ലേ, ഉപ്പ് കൊണ്ട് മൂടിയ പോലെ. ആസ് ഇഫ് കവേർഡ് വിത്ത് സാൾട്ട്, അത് ഉപ്പ് കൊണ്ട് നിറയെ ഉപ്പ് കൊടുന്ന് ചെരിഞ്ഞുപ്പ് കൊണ്ട് മൂടിയാൽ ഒരു വയൽ എങ്ങനെ ഉണ്ടാവും, അതേപോലെയായി മാറി. നോട്ട് എ ലീഫ് റിമെയിൻഡ് ഓൺ ദി ട്രീസ്, എന്താ സംഭവിച്ചത്? ആ മരങ്ങളിലൊന്നും നോട്ട് എ ലീഫ് അല്ലേ, ഒരു ഇല പോലും എന്ത് ചെയ്തില്ല, റിമെയിൻഡ് ഓൺ ദി ട്രീസ്, മരത്തിൽ അവശേഷിച്ചില്ല, റിമെയിൻ ചെയ്തില്ല അല്ലേ, അവശേഷിച്ചില്ല. അപ്പോൾ എന്ത് ചെയ്തു? ആകെ മഴ പെയ്ത് എല്ലാ കൃഷിയിടമൊക്കെ എന്തായി, ആകെ തകർന്നു പോയി. മരങ്ങളിലൊന്നും എന്തില്ല, ഇലകൾ പോലും ഇല്ല അല്ലേ, എല്ലാം അപ്രത്യക്ഷമായി. വയലാണെങ്കിൽ ആകെ എന്ത് ചെയ്തു, ഉപ്പ് മൂടിയതുപോലെയായി. ദി കോൺ വാസ് ടോട്ടലി ഡിസ്ട്രോയിഡ്. അപ്പോൾ എന്താ സംഭവിച്ചത്? ആ ചോള വയൽ മുഴുവൻ അല്ലേ, ചോളം മുഴുവൻ എന്ത് സംഭവിച്ചു? ടോട്ടലി ഡിസ്ട്രോയിഡ്, അത് പൂർണ്ണമായും നശിച്ചു, ഡിസ്ട്രോയിഡ്. ദ ഫ്ലവേഴ്സ് ഹാഡ് ഡിസപ്പിയർഡ് ഫ്രം ദി പ്ലാന്റ്സ്. ലെൻജോസ് സോൾ വാസ് ഫിൽഡ് വിത്ത് സാഡ്നെസ്. ദാറ്റ് നൈറ്റ് വാസ് എ സോറോഫുൾ വൺ. ദി കോൺ വാസ് ടോട്ടലി ഡിസ്ട്രോയിഡ് അല്ലേ, ടോട്ടലി എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് എന്ത് ചെയ്തു? കോൺ, ആ ധാന്യങ്ങൾ മുഴുവൻ ഡിസ്ട്രോയിഡ്, നശിച്ചു പോയി. ദ ഫ്ലവേഴ്സ് ഹാഡ് ഡിസപ്പിയേർഡ്, പൂക്കളൊക്കെ അപ്രത്യക്ഷമായി. എവിടുന്ന്? ഡിസപ്പിയേർഡ് ഫ്രം ദി പ്ലാന്റ്സ് അല്ലേ, ചെടികളിലുള്ള പൂക്കളൊക്കെ എന്ത് ചെയ്തു? അപ്രത്യക്ഷമായി. ലെൻജോസ് സോൾ വാസ് ഫിൽഡ് വിത്ത് സാഡ്നെസ്. ലെൻജോയുടെ സോൾ എന്ന് പറഞ്ഞാൽ ആത്മാവാണ് കേട്ടോ. ലെൻജോയുടെ മനസ്സ് എന്ത് ചെയ്തു? വാസ് ഫിൽഡ് അല്ലേ, നിറക്കപ്പെട്ടു. എന്തിനാൽ? വിത്ത് സാഡ്നെസ്, ദുഃഖം കൊണ്ട് നിറക്കപ്പെടുകയാണ്. ദുഃഖം കൊണ്ട് എന്ത് ചെയ്തു? ലെൻജോയുടെ മനസ്സ് മുഴുവൻ ദുഃഖമായി. ദാറ്റ് നൈറ്റ് വാസ് എ സോറോഫുൾ വൺ. ആ നൈറ്റ് അല്ലേ, ആ രാത്രി എന്തായിരുന്നു? ദുഃഖം നിറഞ്ഞ, വളരെ ദുഃഖം നിറഞ്ഞ, പ്രയാസം നിറഞ്ഞ ഒരു രാത്രിയായിരുന്നു ലെൻജോക്ക്. കാരണം എന്താണ്? ലെൻജോയുടെ വിളവ് മുഴുവൻ നശിച്ചു പോയിട്ടുണ്ട് അല്ലേ. ദിസ് ഇയർ വി വിൽ ഹാവ് നോ കോൺ, ദർ ഇസ് നോ വൺ ടു ഹെൽപ്പ് അസ്, വി വിൽ ആൾ ഗോ ഹംഗ്രി ദിസ് ഇയർ. അങ്ങനെ ലെൻജോ പറയണത് ദിസ് ഇയർ, ഈ വർഷം അല്ലേ, ഇയർ എന്ന് പറഞ്ഞാൽ വർഷം. വി വിൽ ഹാവ് നോ കോൺ, നമുക്ക് എന്തില്ല? ചോളമില്ല, നമുക്ക് ധാന്യങ്ങളില്ല. ദർ ഇസ് നോ വൺ ടു ഹെൽപ്പ് അസ്, നമ്മൾ സഹായിക്കാനും ആരുമില്ല. വി വിൽ ഗോ ഹംഗ്രി അല്ലേ, ഹംഗ്രി എന്ന് പറഞ്ഞാൽ വിശപ്പാണ് അല്ലേ. വി വിൽ ഗോ ഹംഗ്രി ദിസ് ഇയർ, ഈ വർഷം മുഴുവൻ നമ്മൾ എന്തായിരിക്കും? വിശപ്പിലായിരിക്കും, പട്ടിണിയിലായിരിക്കും എന്ന് പറയണം. ബട്ട് ഇൻ ദ ഹേർട്സ് ഓഫ് ആൾ ഹു ലീവ്ഡ് ഇൻ ദാറ്റ് സോളിറ്ററി ഹൗസ് there was a single hope, help from God. പക്ഷേ, ബട്ട് എന്ന് പറഞ്ഞാൽ പക്ഷേ അല്ലേ, ഹെൽപ്പ് ഫ്രം. ബട്ട് ഇൻ ദി ഹേർട്സ് ഓഫ് ആൾ ഹു ലീവ്ഡ് ഇൻ ദാറ്റ് സോളിറ്ററി ഹൗസ് there was a single hope, help from God. All through the night Lenjo thought only of his one hope, God. അങ്ങനെ ബട്ട് ഇൻ ദി ഹേർട്സ് ഓഫ് ആൾ, പക്ഷേ ഹൃദയങ്ങളിൽ അല്ലേ, ഇൻ ദി ഹാർട്സ് ഓഫ് ആൾ ഹു ലീവ്ഡ് ഇൻ ദാറ്റ് സോളിറ്ററി ഹൗസ്, ആ ഒറ്റപ്പെട്ട വീട്ടിലുണ്ടായിരുന്ന എല്ലാവരുടെയും ഹൃദയത്തിൽ എന്താണ്? വീട്ടിൽ ജീവിച്ചിരുന്ന അല്ലേ. ബട്ട് എന്ന് പറഞ്ഞാൽ എന്നാൽ ഇൻ ദി ഹാർട്സ് ഓഫ്, ഹൃദയങ്ങളിൽ, ഓഫ് ആൾ ഹൂ ലീവ്ഡ് അല്ലേ, അവിടെ ജീവിച്ചിരുന്ന ആളുകളുടെ ഹൃദയങ്ങളിലെല്ലാം എന്തായിരുന്നു? ഇൻ ദാറ്റ് സോളിറ്ററി ഹൗസ്, ആ ഒറ്റപ്പെട്ട വീട്ടിൽ ജീവിച്ചിരുന്നവരുടെ ഹൃദയങ്ങളിൽ മുഴുവൻ എന്തായിരുന്നു? ദർ വാസ് എ സിംഗിൾ ഹോപ്പ്, ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു അല്ലേ. സിംഗിൾ ഹോപ്പ്, ഒറ്റ പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഹെൽപ്പ് ഫ്രം ഗോഡ്, ദൈവത്തിൽ നിന്നുള്ള പ്രതീക്ഷയാണത്. ആൾ ത്രൂ ദി നൈറ്റ്, അങ്ങനെ രാത്രി മുഴുവൻ. ആൾ ത്രൂ ദി നൈറ്റ് ലെൻജോ തോട്ട്, ലെൻജോ ചിന്തിച്ചു. ലെൻജോ തോട്ട് അല്ലേ, ലെൻജോ ചിന്തിക്കുകയാണ് എന്ത്? ഓൺലി ഓഫ് ഹിസ് വൺ ഹോപ്പ്, ഒരേ ഒരു പ്രതീക്ഷയെക്കുറിച്ച് മാത്രമാണ് ഇപ്പോൾ ലെൻജോക്കുള്ളത്. എന്താണ്? ഗോഡ് അല്ലേ, തൻ്റെ ഒരു പ്രതീക്ഷയായ ദൈവത്തെക്കുറിച്ച് മാത്രമാണ് ലെൻജോ അന്ന് ചിന്തിച്ചത്. ഇനി നമുക്ക് അടുത്ത ഭാഗം നോക്കാം. ഈ ഹെഡിങ് നിങ്ങൾ ഇതേപോലെ എഴുതണം കേട്ടോ. അതിന് താഴെയാണ് നിങ്ങൾ ഡിഫിക്കൽട്ട് വേർഡ്സിൻ്റെ മീനിങ്സ് എഴുതേണ്ടത്. അറ്റ് ദി പോസ്റ്റ് ഓഫീസ് അല്ലേ, ഇനി പോസ്റ്റ് ഓഫീസിലാണ് സംഭവം നടക്കുന്നത്. എന്താണ്? ലെൻജോ വാസ് ആൻ ഓക്സ് ഓഫ് എ മാൻ വർക്കിംഗ് ലൈക്ക് ആൻ ആനിമൽ ഇൻ ദി ഫീൽഡ്സ്. സ്റ്റിൽ ഹീ ന്യൂ ഹൗ ടു റൈറ്റ്. ദി ഫോളോയിങ് സൺഡേ അറ്റ് ഡേ ബ്രേക്ക് ഹീ ബിഗാൻ ടു റൈറ്റ് എ ലെറ്റർ. ഇറ്റ് വാസ് നത്തിങ് ലെസ് ദാൻ എ ലെറ്റർ ടു ഗോഡ്. നോക്കൂ, ലെൻജോ വാസ് എൻ ഓക്സ് ഓഫ് എ മാൻ അല്ലേ. ലെൻജോ എന്താണ്? വാസ് എൻ ഓക്സ് ഓഫ് എ മാൻ, അദ്ദേഹം എന്താണ്? വാസ് എൻ ഓക്സ് ഓഫ് എ മാൻ, അദ്ദേഹം കാളയെപ്പോലെ പണിയെടുത്തു. വാസ് എൻ ഓക്സ് ഓഫ് എ മാൻ, അത്രയും കഠിനാധ്വാനിയായിരുന്നു അദ്ദേഹം. അങ്ങനെ അതിന് വേണ്ടിയിട്ടാണ്, അത് പറയാൻ വേണ്ടിയിട്ടാണ് എൻ ഓക്സ് ഓഫ് എ മാൻ എന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത് കേട്ടോ. കാളയെപ്പോലെ അദ്ദേഹം പണിയെടുത്തു. വർക്കിംഗ് ലൈക്ക് ആൻ ആനിമൽ ഇൻ ദി ഫീൽഡ്സ് അല്ലേ, അദ്ദേഹം മൃഗങ്ങളെപ്പോലെ വർക്കിംഗ്, അദ്ദേഹം പണിയെടുക്കുന്നുണ്ടായിരുന്നു. ലൈക്ക് ആൻ ആനിമൽ ഇൻ ദി ഫീൽഡ്സ്,
മൃഗങ്ങളെപ്പോലെ അദ്ദേഹം തൻ്റെ വയലുകളിൽ പണിയെടുത്തു. സ്റ്റിൽ എന്നിട്ടും എന്താണ്, ഹീ ന്യൂ അദ്ദേഹം അറിഞ്ഞു എന്ത്, ഹൗ ടു റൈറ്റ് എങ്ങനെയാണ് എഴുതേണ്ടതെന്നൊക്കെ അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം കൃഷിക്കാരനാണെങ്കിലും എങ്ങനെയാണ് എഴുതുകയെന്ന് അദ്ദേഹത്തിന് അറിയാം. ദി ഫോളോയിങ് സൺഡേ അറ്റ് ഡേ ബ്രേക്ക് ഹി ബിഗാൻ ടു റൈറ്റ് എ ലെറ്റർ. ദി ഫോളോയിങ് സൺഡേ അങ്ങനെ പിറ്റേ ദിവസം എന്തായിരുന്നു, ഒരു ഞായറാഴ്ചയായിരുന്നു അല്ലേ. അറ്റ് ഡേ ബ്രേക്ക് അങ്ങനെ രാവിലെ തന്നെ എന്ത് ചെയ്തു, ഹി ബിഗാൻ അദ്ദേഹം ആരംഭിച്ചു എന്താണ്, ടു റൈറ്റ് എ ലെറ്റർ അല്ലേ, ഒരു കത്ത് എഴുതാൻ തുടങ്ങി അദ്ദേഹം. ഇറ്റ് വാസ് നത്തിങ് ലെസ് ദാൻ എ ലെറ്റർ ടു ഗോഡ്. അത് ദൈവത്തിനുള്ള കത്തല്ലാതെ മറ്റൊന്നും ആയിരുന്നില്ല. ഇറ്റ് വാസ് നത്തിങ് അത് ഒന്നും ആയിരുന്നില്ല അല്ലേ, ലെസ് ദാൻ എ ലെറ്റർ ടു ഗോഡ് ദൈവത്തിനുള്ള കത്തിനേക്കാൾ മറ്റൊന്നും ആയിരുന്നില്ല. അങ്ങനെ അദ്ദേഹം ആ കത്തിൽ എന്താണ് എഴുതിയിട്ടുള്ളതെന്നാണ് ഇവിടെ പറയുന്നത് അല്ലേ. ആ കത്താണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആർക്കാ കത്തെഴുതുന്നത്, ദൈവത്തിന് അല്ലേ. ഡിയർ ഗോഡ് പ്രിയപ്പെട്ട ദൈവമേ, ഇങ്ങനെയാണ് കത്തെഴുതുക കേട്ടോ. ആദ്യം എന്താണ്, പ്രിയപ്പെട്ട ദൈവമേ ദൈവത്തെ അഭിസംബോധന ചെയ്തു. ഇഫ് യു ഡോണ്ട് ഹെൽപ്പ് മീ മൈ ഫാമിലി ആൻഡ് ഐ വിൽ ഗോ ഹംഗ്രി ദിസ് ഇയർ. ഇഫ് യു ഡോണ്ട് ഹെൽപ്പ് മീ നീ എന്നെ സഹായിച്ചില്ലെങ്കിൽ അല്ലേ, ഇഫ് എന്ന് പറഞ്ഞാൽ എങ്കിൽ എന്നാണ് അർത്ഥം. യു ഡോണ്ട് ഹെൽപ്പ് മീ എന്നെ നീ സഹായിച്ചില്ലെങ്കിൽ, മൈ ഫാമിലി എൻ്റെ കുടുംബം അല്ലേ, ആൻഡ് ഐ ഞാനും എൻ്റെ കുടുംബവും എന്താണ്, വിൽ ഗോ ഹംഗ്രി ദിസ് ഇയർ ഈ വർഷം മുഴുവൻ പട്ടിണി കിടക്കേണ്ടി വരും. ഐ നീഡ് 100 pesos in order to sow my field again and to live until the crop comes. Because of the hailstorm you sent, everything is lost. നോക്കൂ, ഐ നീഡ് 100 pesos എനിക്ക് എന്ത് വേണം, 100 pesos അല്ലേ. പെസോസ് എന്ന് പറഞ്ഞാൽ കറൻസിയാണ് കേട്ടോ, നാണയമാണ്. പഴയ കാലത്ത് ഉണ്ടായിരുന്ന നാണയത്തിൻ്റെ പേരാണ് നമ്മൾ രൂപ എന്ന് പറയുന്നത് പോലെ പെസോസ്. ഐ നീഡ് 100 pesos അല്ലേ. എനിക്ക് എന്ത് വേണം, ഒരു 100 pesos 100 രൂപ വേണം. എന്തിനാണ്, ഇൻ ഓർഡർ ടു സോ വിളവെടുക്കാൻ അല്ലേ, ടു സോ വിതക്കാനാണ് അല്ലേ, വിളവെടുക്കാനല്ല വിതക്കാൻ, ടു സോ വിതക്കാൻ എന്താണ്, മൈ ഫീൽഡ് അല്ലേ, എൻ്റെ വയലിൽ വിത്തിറക്കാൻ, എൻ്റെ വയൽ കൃഷി ചെയ്യാൻ എനിക്ക് എന്ത് വേണം, 100 pesos വേണം. മൈ ഫീൽഡ് അഗെയിൻ അല്ലേ, എൻ്റെ എൻ്റെ വയലിൽ വീണ്ടും കൃഷി ഇറക്കാൻ എനിക്ക് എന്ത് വേണം, 100 pesos വേണം. ആൻഡ് ടു ലീവ് അണ്ടിൽ ദി ക്രോപ്പ് കംസ് അങ്ങനെ എനിക്ക് പിന്നീട് എന്ത് ചെയ്യണം, ജീവിക്കും വേണം അല്ലേ. ക്രോപ്പ് വിളവ് കിട്ടുന്നത് വരെ ജീവിക്കും വേണം. അതിനാണ് 100 pesos ആവശ്യപ്പെട്ടത്. അണ്ടിൽ ദി ക്രോപ്പ് കംസ് വിളവ് വരുന്നത് വരെ ജീവിക്കാനും അതുപോലെ എനിക്ക് വിത്തിറക്കാനും വിളവ് വരുന്നവരെ ജീവിക്കാനും എനിക്ക് 100 pesos വേണം. ബിക്കോസ് ഓഫ് ദി ഹെയിൽ സ്റ്റോം യു സെൻറ്റ് നീ അയച്ച പേമാരി കാരണം യു സെൻറ്റ് എവറിത്തിങ് ഈസ് ലോസ്റ്റ് എല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു. ഹോപ്പ്ഫുള്ളി വെയിറ്റിംഗ് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു അല്ലേ, ഹോപ്പ്ഫുള്ളി വെയിറ്റിംഗ് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ലെഞ്ചോ ഒപ്പ് അല്ലേ, ലെഞ്ചോൻ്റെ ഒപ്പിട്ടിട്ട് പറയാണ് ബാക്കി എന്താണ്. ഹി റോഡ് ടു ഗോഡ് ഓൺ ദി എൻവലപ്പ് and went to the town. At the post office, he pasted a stamp on the letter and dropped it into the mailbox. He wrote അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു, ടു ഗോഡ് എന്നെഴുതി. ആ കത്തിൽ അദ്ദേഹം എഴുതുകയാണെന്ത്, ടു ഗോഡ് ദൈവത്തിന് എന്ന് എഴുതി അല്ലേ. എവിടെയാണ് എഴുതിയത്, കത്തിലല്ല, ഓൺ ദി എൻവലപ്പ് എന്ന് പറഞ്ഞാൽ കത്തിടുന്ന കവർ അല്ലേ, കത്തിടുന്ന കവറിൽ എഴുതി. ആൻഡ് വെൻറ്റ് ടു ദി ടൗൺ അങ്ങനെ അദ്ദേഹം ടൗണിലേക്ക് പോയി. അറ്റ് ദി പോസ്റ്റ് ഓഫീസ് ഹി പേസ്റ്റഡ് എ സ്റ്റാമ്പ് ഓൺ ദി ലെറ്റർ അങ്ങനെ പോസ്റ്റ് ഓഫീസിലെത്തി അദ്ദേഹം എന്ത് ചെയ്തു, ഹി പേസ്റ്റഡ് അല്ലേ, അദ്ദേഹം ഒട്ടിച്ചു. എന്താ ഒട്ടിച്ചത്, സ്റ്റാമ്പ് ഓൺ ദി ലെറ്ററിൽ സ്റ്റാമ്പ് ഒട്ടിക്കണം. കത്തയക്കണം എന്നുണ്ടെങ്കിൽ ലെറ്ററിൽ സ്റ്റാമ്പ് ഒട്ടിക്കണം കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്തു, അദ്ദേഹം ആ ലെറ്ററിൽ സ്റ്റാമ്പ് ഒട്ടിച്ചു. ടു ഗോഡ് എന്ന് കത്തിൻ്റെ കവറിൽ എഴുതി, അഡ്രസ്സ് എഴുതി. ആൻഡ് ഡ്രോപ്ഡ് ഇറ്റ് ഇൻ ടു ദി മെയിൽ ബോക്സ് അതെന്ത് ചെയ്തു, തപാൽ പെട്ടിയിൽ അദ്ദേഹം ഇട്ടു. മെയിൽ ബോക്സ് എന്ന് പറഞ്ഞാൽ തപാൽ പെട്ടിയാണ് കേട്ടോ. ഓക്കെ, ബാക്കി ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, 2 ഭാഗത്തിലെയും ഡിഫിക്കൽട്ട് വേർഡ്സിൻ്റെ മീനിങ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങളത് 2 ഹെഡിങ് എഴുതിയതിന് ശേഷം നിങ്ങളുടെ നോട്ട് പുസ്തകത്തിൽ എഴുതിയെടുക്കുക.